നമസ്തേ. ക്രഷ് 2.0യെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടേ ഇപ്പോൾ പ്രിലിംസ് എക്സാമും കൂടെ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കുറേ പേരെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു മറുപടി എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിടാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം പ്രിലിംസ് എക്സാം കുറച്ച് പ്രയാസമായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പ്രിലിംസ് എക്സാം പ്രയാസമായിരുന്നു ടീച്ചറെ, ഞങ്ങൾ ചിലപ്പോൾ ക്ലിയർ ചെയ്തില്ലെങ്കിലോ, ഇപ്പോൾ ക്രഷ് 2.0യിൽ ചേരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ക്രഷ് 2.0 എന്ന് പറയുന്നത് 25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേക്കാം, പൊതുവേ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UPSC ഇപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു 78 മാർക്കിന് മുകളിലുള്ളവരൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുകയും മെയിൻസ് എക്സാം എഴുതുകയും ചെയ്യുമല്ലോ. അപ്പോൾ 25 വർഷത്തെ ചോദ്യപേപ്പർ സോൾവ് ചെയ്യുന്ന ക്രഷ് 2.0യിൽ ചേരുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത്. ഉറപ്പായിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്രദമായിരിക്കും. നാളെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോഴും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ അതെല്ലാം മാറ്റി വെച്ചിട്ട് ധൈര്യപൂർവ്വം സമാധാനത്തോടു കൂടി ഇതിൽ ചേരണം. പ്രിലിംസ് ക്ലിയർ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് പോർഷൻ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണ് ഈ 25 വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ ഒരു ചോദ്യപേപ്പറിലൂടെ ഒരു കടന്നുപോക്ക് എന്ന് പറയുന്നത്. കൂടുതൽ കൊട്ടേഷൻസും ഒക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കും. കൂടുതൽ ഉറപ്പായിട്ടും അത് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ധൈര്യപൂർവ്വം പാസ്സാവുമെന്നുള്ളവരും പാസ്സാവാത്തവരും നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്നെ വിളിക്കണം, രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നാളെ രാത്രി 8:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്.